ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്രമാതീതമായ കുടിയേറ്റം വൻ സാംസ്കാരിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന രീതിയിലുള്ള സുഗതകുമാരിയുടെ പ്രസ്താവന ഒരു പത്രത്തിൽ വന്നതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. അന്നു മുതൽ തുടങ്ങിയ പ്രതികരണങ്ങൾ ഇപ്പോഴും നിലച്ചിട്ടില്ല. നവമാധ്യമങ്ങളിൽ ഉയർന്ന പ്രതികരണം സാംസ്കാരിക പ്രവർത്തകരും ഏറ്റെടുത്തു. മലയാളികൾക്കിടയിലെ പൊതുബോധമാണ് സുഗതകുമാരി പ്രകടിപ്പിച്ചതെന്നാണ് ദലിത് ചിന്തകനായ AS അജിത് കുമാറിന്റെ അഭിപ്രായം. മലയാളികളുടെ ഇടയിൽ പൊതുവെ ഇത്തരൊരു ബോധം ഇവർക്കെതിരായിട്ട് നിലനിൽക്കുന്നുണ്ട്, ഈ പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികൾക്കെതിരായിട്ട്. അപ്പം അതിനെ കാണാതെ നമുക്ക് പ്രശ്നം തൊഴിലാളികളോടും ഈ കീഴ്ജാതിപ്പെട്ടവരൊക്കെ ആയിരിക്കും കൂടുതൽ, ദളിതരായിട്ടുള്ളവരോ മുസ്ലിങ്ങളൊക്കെ ആയിരിക്കും ബംഗാളിൽ നിന്നൊക്കെ വരുന്നത്, ബംഗാളിൽ നിന്ന് ഒറിയയിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ അവരോടാണ് ശരിക്കും പ്രശ്നം. സുഗതകുമാരി ടീച്ചർ എന്ന ബിംബം സൃഷ്ടിച്ച എല്ലാ സ്വീകാര്യതയ്ക്കും വിരുദ്ധമാണ് പരാമർശമെന്ന് ഇടത് സാംസ്കാരിക പ്രവർത്തകയായ PS ശ്രീകല പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളീയരാണിപ്പോൾ. അവർ കേരളത്തിൻ്റെ പ്രകൃതി സമ്പത്തും വിഭവ സമ്പത്തും ഉപയോഗിച്ച് ജീവിക്കുന്നു. ഒപ്പം അവരുടെ ശേഷി ഈ കേരള സമൂഹത്തിൻ്റെ വികാസത്തിന് വേണ്ടി അവർ വിനിയോഗിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത്തരം ആളുകളെ ആ അർത്ഥത്തിൽ വിശാലമായി അത്തരത്തിലൊരു മനസ്സോടെ കാണേണ്ടതിനു പകരം ഈ വിധത്തിൽ സങ്കുചിതമായി ടീച്ചർ ഒരു തരത്തിലും അത്തരത്തിലൊരു സമീപനം പുലർത്തുന്ന ആളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ടീച്ചറിൻ്റെ രണ്ടാമത്തെ തിരുത്തലാണ്, അത് വിശ്വസിക്കാനാണ് എനിക്ക് വ്യക്തിപരമായി താല്പര്യം. ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായതാവാം, അല്ല എങ്കിൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാവാം എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികളുടെ അവസ്ഥയിലാണ് കേരളത്തിൽ വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രസ്താവനയെ പരോക്ഷമായി വിമർശിച്ചു. തന്റെ പ്രസ്താവന വളച്ചൊടിക്കുകയായിരുന്നുവെന്ന വിശദീകരണവുമായി സുഗതകുമാരി രംഗത്തെത്തിയെങ്കിലും നവമാധ്യമങ്ങളിലെ പ്രതികരണം ഇപ്പോഴും തുടരുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.